കെ എം അബ്രഹാം ഇന്നലെ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇനിയിപ്പോൾ ഒരു നിലനിൽപ്പ് ഇല്ല, UDF വരുന്നതുകൊണ്ട് തന്നെ ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഭാവി എന്താണ്, എങ്ങനെയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഉള്ള നിയമ നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? കെ എം എബ്രഹാം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നാണ് പ്രധാനമായിട്ടും എൻ്റെ ഒരു ഫീലിംഗ്. അല്ലാതെ ഒരാളിനെ പരിശോധിക്കുന്നതിന് മുമ്പേ വിധിക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ തിരസ്കാരത്തിന്റെ ഒരു 50% ഉത്തരവാദിത്വം ശ്രീ എബ്രഹാം സ്വീകരിച്ച നയങ്ങളും നടപടികളും ജനങ്ങൾ റിജക്ട് ചെയ്തത് കൊണ്ടാണ്. എബ്രഹാം ഇപ്പോ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു, ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മാർച്ച് 2ാം വാരത്തിലെ കേരള ശബ്ദത്തിൽ തുടർച്ചയായിട്ട് ഒരേ വ്യക്തികൾ അധികാരത്തിലിരുന്നാൽ ഫാസിസ്റ്റ് മനോഭാവങ്ങൾ വരുമെന്ന് എഴുതി. അത് സർക്കാരിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഫാസിസ്റ്റ് മനോഭാവം വരുന്നത് സർക്കാരിന്റെ താല്പര്യമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രത്തിലെ വലിയ ഫാഷിസ്റ്റ് ഗവൺമെന്റുകളുണ്ടല്ലോ, ഇപ്പം ഹിറ്റ്ലർ പിന്നെ 2ാം ലോക മഹായുദ്ധ കാലത്തിന് തൊട്ട് മുമ്പ് 6 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകരിച്ചു എന്നാണ് പറയുന്നത്. ആ ചുട്ടുകരിക്കലിന് നേതൃത്വം കൊടുത്ത ഹിംലർ എന്ന് പറഞ്ഞുള്ള ജനറലാണ്, ഹിംലർ ഐക്മാൻ. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ എടുത്തു പറഞ്ഞാൽ കേരളത്തിലെ ഫാഷിസ്റ്റ് ഗവൺമെന്റ് ആയാലും, ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 3 വർഷമായിട്ട് പിന്നെ കേരളത്തിൽ നടന്നു പോന്നിരുന്നത് ക്ലാസിക്കൽ ഫാഷിസമാണ്, യാതൊരു സംശയമില്ല. അത് ഭരിച്ചിരുന്ന പാർട്ടിയും കക്ഷിയും പോലും റിജക്ട് ചെയ്തത് കൊണ്ടാണ് പിന്നെ ഭരിച്ചിരുന്ന ആളിന്റെ വോട്ട് 30,000-40,000 താഴ്ന്നത്. കഴിഞ്ഞ ഗവൺമെന്റിനെ വോട്ട് ചെയ്ത് 40,000 ഏറിയ കൂറും പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാതാക്കിയതിൽ ഈ ഹിംലറിന്റെ നടപടിക്രമങ്ങളും നയങ്ങൾക്കും വലിയൊരു പങ്ക് ഉണ്ട്. അപ്പൊ അദ്ദേഹം പോവുക എന്നുള്ളത് ആസ് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ അസിസ്റ്റന്റ്, മന്ത്രിയുടെ റാങ്കോട് കൂടി ബാക്കി എല്ലാ മന്ത്രിമാരെയും ഓവർഷൂട്ട് ചെയ്ത് ഔട്ട് റാങ്ക് ചെയ്ത് ശ്രീ പിണറായി വിജയന് നേരിട്ട് ഫയൽ കൊടുക്കുകയും ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീ എബ്രഹാം റിസൾട്ട് വന്ന നിമിഷം തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. മാത്രമല്ല, അദ്ദേഹമാണ് 200 കോടിയിൽ പരം രൂപ പൊതു ഖജനാവിൽ നിന്നും, ഞാൻ പറയും, അനധികൃതമായിട്ട് എടുത്തുകൊണ്ടുപോയി ശ്രീ പിണറായി വിജയനെ 3ാമത് അധികാരത്തിലേറ്റാനുള്ള വൻകിട ക്യാമ്പയിൻ ഇവിടെ അഴിച്ചുവിട്ടത്. ആ ക്യാമ്പയിൻ 100% പരാജയപ്പെട്ടു, ജനങ്ങൾ റിജക്ട് ചെയ്തു. അപ്പോൾ പൊതുപ്പണം വേസ്റ്റ് ചെയ്തുകൊണ്ട്, പൊതുപ്പണം പിന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ വീണ്ടും, ഞാൻ പറയുന്നത് ഇടതുമുന്നണി ഗവൺമെന്റ് അല്ല, ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ആ നിമിഷം തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഏതായാലും രാജിവെച്ചത് നന്നായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയിട്ട് ഞാൻ എൻ്റെ ഈ അറിവുകൾ അടക്കമുള്ളത് പരിശോധിക്കണമെന്നാണ് വരുന്ന ഗവൺമെന്റിനോടുള്ള നമ്മുടെ അഭ്യർത്ഥന. അതിൽ ഈ വ്യാജരേഖ ചമച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അതിൽ ഏതെങ്കിലും അദ്ദേഹത്തിന് നിയമ നടപടിയിലേക്ക് പോകാൻ ഉതകുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭാവിയിൽ തിരിച്ചടി ഉണ്ടാവുന്നതുമായ കാര്യങ്ങൾ അതിനകത്തുണ്ടോ? താങ്കളുടെ ഒരു പരിശോധനയിൽ എന്താണ് മനസ്സിലായത്? അല്ല, തിരിച്ചടി, ഇതിൽ കൂടുതൽ ഒരു തിരിച്ചടി ഇനി വരാനില്ലല്ലോ. കാരണം 2018 ഡിസംബറിൽ റിട്ടയർ ചെയ്ത എബ്രഹാം 18 മുതൽ അദ്ദേഹം കിഫ്ബി CEO ആയിട്ട് ഫുൾ ടൈം. പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രാഫ് അത്ര ഉയർന്നതല്ല. ഇത്ര ഉയർന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ലെ ഒരു അംഗത്തിന് ഇത്രയും വലിയ പദവികൾ കിട്ടിയതായിട്ട് കാണാൻ പറ്റുമോ? ആകെ പറയാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നത്, ശ്രീ KB തോമസിന് മന്ത്രി പദവി ഡൽഹിയിൽ കൊടുത്തിരുന്നു. അതിനുശേഷം എബ്രഹാമിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ എന്തൊക്കെയാണ്, അത് പലർക്കും ഇത് അറിയില്ല. CEO ഓഫ് കിഫ്ബി, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ഓഫ് K-DISC. അവർ കിഫ്ബി എന്ന് പറയുന്നത് ഏതാണ്ട് 3,000-4,000 കോടി ഒരു വർഷം ചെലവിടുന്ന സ്ഥാപനമാണ്. K-DISC ഏതാണ്ട് 100-150 കോടി. അങ്ങനെയുള്ള 2 വകുപ്പുകളായിട്ട് പരിഗണിച്ചാൽ 2 മേജർ വകുപ്പുകൾ. അതിന്റെ എക്സിക്യൂട്ടീവ് ചീഫ്. ഈ കപ്പാസിറ്റിയിൽ തന്നെ അദ്ദേഹം ഒരു ഗവൺമെന്റിന്റെ ഒരു എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ വകുപ്പുകളിൽ, ആ സ്ഥാപനങ്ങളിലെ എല്ലാ സർക്കാർ ഉത്തരവും അദ്ദേഹത്തിന് തന്നെ പുറപ്പെടുവിക്കാം. വേറെ ധനവകുപ്പിന്റെ പരിശോധനയ്ക്ക് നിൽക്കേണ്ട അങ്ങനെയുള്ള നൂലാമാലകളില്ല. അല്ലെങ്കിൽ അത് മറികടക്കാനുള്ള സംവിധാനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെ ഒരു പദവിയേ ഇല്ല. ഇപ്പൊ CAT, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ എന്ന പദവിയെ അവിടെ സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ എന്ന പദവിയേ ഉള്ളൂ. അത് പേര് മാറ്റി ഇങ്ങനെ നിയമിക്കുന്നത് ചട്ടവിരുദ്ധമാണ്, അഖിലേന്ത്യാ സർവീസ് ആക്ടിന്റെ ലംഘനമാണെന്ന് CAT എന്റെ കേസിൽ വിധി പറഞ്ഞു. അപ്പൊ അദ്ദേഹം 2021 തൊട്ട് ഈ പദവി വഹിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. ഈ ഒരു അധികാര ദുർവിനിയോഗം ഇതിൽ നടന്നിട്ടുണ്ട്. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ അപ്പൊ ഏകദേശം 4,000 കോടി രൂപ സ്വതന്ത്രമായിട്ട് വിനിയോഗിക്കാനായിട്ട് നികുതി പണം, അത് കൂടുതലും നികുതി തന്നെയാണ്, ഗ്രാൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്, ബാക്കി കടവും.
അപ്പൊ ഈ കടം സ്വീകരിച്ച് സ്വതന്ത്ര വിനിയോഗത്തിന് ഒരു റിട്ടയർഡ് ചീഫ് സെക്രട്ടറിക്ക് അനുമതി കൊടുക്കുകയാണ്. ആ മുഖ്യമന്ത്രി ആ ഫയലുകളിൽ ഒരു വര വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കയ്യിൽ ഇത്രയും അധികാരങ്ങൾ വിനിയോഗിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രവണത എന്ന് പറയുന്നത്, പിന്നീട് അദ്ദേഹത്തിന് മിനിസ്റ്ററുടെ പദവി കൊടുക്കുന്നു 24. അദ്ദേഹം കേരളത്തിന്റെ ഭാവിയെ അതിനിർണായകമായിട്ട് ബാധിക്കുന്ന എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹം മന്ത്രിസഭയെ മറികടന്ന് തീരുമാനം എടുത്തിരിക്കുന്നു, അല്ലെ നിർബന്ധം പിടിച്ചിട്ട് തീരുമാനം എടുത്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു, ഏതൊക്കെയായിരുന്നു സംഭവം? ഒരുപാട്. അതിപ്പോ മന്ത്രിസഭയുടെ രേഖകൾ പരിശോധിച്ചാൽ വരുന്ന മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞാൽ, കേരളം സുപ്രീം കോടതിയിൽ പോയിട്ട് കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഒറിജിനൽ സൂട്ട് 2023 ആദ്യം ഫയൽ ചെയ്തു. അതിൽ ഞാൻ മനസ്സിലാക്കിയ അന്നത്തെ ധനസെക്രട്ടറിയും ധനവകുപ്പും ആ സമീപനത്തെ, അല്ലെങ്കിൽ അത് കേസ് കൊടുക്കുന്നതിനെ അവർ വളരെയധികം കണ്ടസ്റ്റ് ചെയ്തതാണ്. പക്ഷെ മന്ത്രിസഭയിൽ ഒരു ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് ഒരു കുറിപ്പ് കൊണ്ടുചെന്ന് എബ്രഹാം അവിടെ വയ്ക്കുകയും മുഖ്യമന്ത്രി നിർബന്ധം പിടിച്ച് ഫയൽ ചെയ്യുകയും ചെയ്തു. സൂട്ടിൽ യാതൊരു പ്രയോജനവും കിട്ടിയില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അവർ കർശനമായിട്ട് നടപ്പാക്കി. അതിനെ തുടർന്ന് 16ാം ധനകാര്യ കമ്മീഷൻ കേരളം ആഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കിഫ്ബി എന്ന് പറയുന്ന ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കരുത് നയപരമായിട്ടുള്ള സമീപനം എടുത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആ കേസ് ജയിക്കാനുള്ള സാധ്യതയില്ല. ഏതാണ്ട് 10 കോടി രൂപയോളം ചെലവഴിച്ച് ആ സൂട്ട് 100% പരാജയപ്പെട്ട് എബ്രഹാം തിരിച്ചു പോകും. അപ്പൊ ഇവരാരും അക്കൗണ്ടബിൾ അല്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളെല്ലാവരും ഇപ്പം കിഫ്ബിയുടെ പരസ്യം കിട്ടുന്നതുകൊണ്ട് പൊതുവെ മാധ്യമങ്ങൾ കിഫ്ബിയെ വിമർശിക്കാറില്ല. പക്ഷെ വസ്തുത എന്താണ്? 23-ന് ശേഷമുള്ള 3 ബഡ്ജറ്റുകളിൽ വകുപ്പുകൾക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 40,000 കോടി രൂപയിൽ പരമാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കിഫ്ബിയുടെ പ്രോജക്ട് പോർട്ട്ഫോളിയോ വളരെ ആവശ്യമാണെന്നൊക്കെ നമുക്ക് തോന്നും. അത് ഞാൻ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചറാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ പട്ടികജാതി വികസനത്തിനുള്ള, അവരുടെ പട്ടികജാതിക്കാർക്കുള്ള ഫെലോഷിപ്പിന്റെ പണം എടുത്ത് ഞാൻ പാലം പണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പിന്നെ അഹിതമാവില്ലേ? ഇപ്പൊ കർഷകർക്ക് ഇപ്പൊ 200 കോടിയോളം കുടിശ്ശിക ഇട്ടുകൊണ്ടാണ് ഗവൺമെന്റ് എന്ന് വോട്ട് ചോദിച്ചത്. പാലക്കാട്ടെ ഏതെങ്കിലും നെൽകർഷകൻ പിന്നെ CPM-ന്റെ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യുമോ? ഈ ദുരവസ്ഥയിൽ അവരെ എത്തിച്ചത് ശ്രീ KM എബ്രഹാമും അദ്ദേഹത്തിന്റെ അംഗം പൊങ്കുമില്ലാത്ത, അദ്ദേഹത്തിന്റെ വരുംവരായികൾ ആലോചിക്കാത്ത നയങ്ങളുമാണെന്ന് ഇടതു മുന്നണിയിലുള്ളവർ മനസ്സിലാക്കി. ഒരു സൂപ്പർ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ഒന്നും അല്ല, സൂപ്പർ ചീഫ് മിനിസ്റ്റർ എന്ന് തന്നെ പറയാം. അദ്ദേഹം മുഖ്യമന്ത്രിക്കും മീതെയായിരുന്നു പല കാര്യങ്ങളിലും. കാരണം പിന്നെ അതിനകത്ത് വളരെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അബ്രഹാം മാറി എന്നാണ്. മുഖ്യമന്ത്രിക്ക് അറിവില്ലെന്ന് ഞാൻ പറഞ്ഞാൽ വളരെ പിന്നെ അപമാനകരമായി പോകില്ലേ അദ്ദേഹത്തിന്? ഇതൊന്നും അറിയാതെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കും മുഖ്യമന്ത്രി. സാങ്കേതിക ധാരണകൾ നമ്മൾ സമയം ചെലവഴിച്ച് പഠിക്കുന്ന അനുസരിച്ചല്ലേ വരികയുള്ളൂ. എന്റെ ഉത്തമ ബോധ്യം, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പബ്ലിക് ഫൈനാൻസിന്റെ നൂലാമാലകളൊന്നും ഒരു പൊതുപ്രവർത്തകനായ ശ്രീ പിണറായി വിജയൻ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. അത് പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് ഒരു സറ്റിൽ പൊളിറ്റിക്സ് ഉള്ളത്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാല് പബ്ലിക് ഫൈനാൻസിൽ വിപത്തിയുള്ള ഇടതുപക്ഷ നേതാക്കൾ കുറവായിരുന്നു. ഡോക്ടർ TM തോമസ് ഐസക്കാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുണ്ടായിരുന്നത്. മനസ്സിലാക്കുന്ന കുറച്ചു പേരുണ്ട്, KN ഹരിലാൽ, ഇങ്ങനെയൊക്കെ കുറച്ചു പേരുണ്ട്. അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു പിശക് സംഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെന്താണ് ഭരണഘടനയിൽ പറയുന്നതല്ല ഈ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ധനകാര്യ തത്വത്തിനെതിരായിട്ടാണ് ഈ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പൊ എനിക്ക് തോന്നിയ സംഗതി എന്ന് പറഞ്ഞാൽ, 2ാം ഗവൺമെന്റില് നല്ല ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഈ പാർട്ടി കമ്മിറ്റികൾക്ക് വിവരങ്ങൾ കിട്ടി. ഇപ്പൊ തോമസ് ഐസക്ക് അറിയുക എടുക്കുന്ന ഒരു തീരുമാനം പാർട്ടിക്കും അറിവുള്ളതാവുമല്ലോ. KM എബ്രഹാമിന്റെ അറിവിൽ ഉപദേശത്തിൽ എടുക്കുന്ന തീരുമാനം പാർട്ടി അറിയുന്നില്ല. അപ്പൊ പാർട്ടി അറിയാതെയുള്ള ധനകാര്യ തീരുമാനങ്ങൾ 14,000 കോടി രൂപയിൽ എടുക്കാൻ എബ്രഹാം ഒരു വലിയ സൗകര്യമായിരുന്നു. അപ്പൊ അതൊരു ഇൻഹൗസ് പരിപാടിയാക്കി. അത് ഞാനീ പറയുന്നത് CPM-ന്റെ നേതൃത്വം വേണം ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. പബ്ലിക് ഫിനാൻസിനേക്കാൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വർഷം 2 ലക്ഷം കോടി ചെലവഴിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അറിയാതെ ഒരു ടെക്നോക്രാറ്റ് അതിലെ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നു. ഞാൻ പറഞ്ഞ നെൽകർഷകർക്കും ഇപ്പോൾ ഒരു ഇടത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി സെക്ടേഴ്സ് ആണ് കൃഷി, ഭക്ഷ്യം, അല്ലെ, ഭക്ഷ്യ വിതരണം. 10,000 കോടി ഭക്ഷ്യ സപ്ലൈ. CPI-യുടെ മന്ത്രിമാർ ഹാപ്പിയാണോ എബ്രഹാമിന്റെ നിർവഹണത്തിൽ? എബ്രഹാം രാവിലെ വന്ന് പിന്നെ CPI-യുടെ കൃഷിമന്ത്രിക്ക് കൂർപ്പടിച്ചു കൊടുക്കും, ഇന്ന മാറ്ററിൽ ഇങ്ങനെ ഡിസൈഡ് ചെയ്താൽ മതി എന്ന് CM ഉത്തരവായിട്ടുണ്ട്. ഞാനത് അനുവദിക്കില്ലായിരുന്നു. ഞാൻ പറയും, മുഖ്യമന്ത്രി ഉത്തരവിടേണ്ടത് മുഖ്യമന്ത്രി ഉത്തരവിടണം. അത് മുഖ്യമന്ത്രിക്ക് അറിയാതെയായിരുന്നു. ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞ എബ്രഹാം ഒരു കുറിപ്പ് ഒരു വകുപ്പ് മന്ത്രിക്ക് കൊടുക്കുമ്പോൾ എത്ര വകുപ്പ് മന്ത്രിമാർ തിരിച്ചു വിളിച്ച് ചെക്ക് ചെയ്യും? ഇപ്പൊ കൃഷിമന്ത്രി ശ്രീ പ്രസാദ് അതൊന്നും അങ്ങനെ മുഖവിലേക്ക് എടുക്കില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിന്റെ വഴിക്കേ പോകുള്ളൂ. പക്ഷെ എല്ലാവർക്കും പരിമിതികളില്ലേ? ഇദ്ദേഹം തരുന്ന കുറിപ്പിന്റെ തന്നെ പകർപ്പ് ധനവകുപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അതേ നടക്കുള്ളൂ. അപ്പം ശ്രീ പ്രസാദ് എത്ര പ്രൊട്ടസ്റ്റ് ചെയ്താലും പിന്നെ ആത്യന്തികമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. പിന്നെ ഈ പറയുന്ന ഇവരുടെ, എനിക്ക് അതിനറിയില്ല, ഇവർക്ക് സംവദിക്കാൻ ഒരു പരിമിതി ഉണ്ടല്ലോ. കാരണം
അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് നെല്ല് സംഭരണത്തിനകത്ത് അവസാന മാസങ്ങളിൽ ആ പ്രശ്നം ഗുരുതരായപ്പോൾ ഡോക്ടർ എബ്രഹാം ഒരു യോഗം വിളിച്ച് കുറെ തീരുമാനങ്ങൾ അനൗൺസ് ചെയ്തു. സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം കൊടുക്കും, അത് പിന്നീട് ഗവൺമെന്റ് സഹകരണ ബാങ്കിന് കൊടുക്കും. അത് വലിയ അബദ്ധമായിരുന്നു. കേരള ബാങ്കിലെ ആരോ എഴുതി കൊടുത്ത ഒരു കുറിപ്പ് വെച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ വെച്ചു. അവിടെ സപ്ലൈകോയുടെ പിന്നെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള വളരെ ജൂനിയർ ഓഫീസർ ഇതിന്റെ അപാകതകൾ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് നടക്കില്ല എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അടിച്ചിരുത്തപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾ സർക്കാരിന്റെ ഭാഗമാണ്, പറയുന്നത് കേട്ടാൽ മതി എന്നോ. അത് പറയുന്നത് അത് ശരിയാണ്. പക്ഷെ കേരളത്തിലെ സംഭരണ ഏജൻസി സഹകരണ ബാങ്കുകൾ അല്ലാത്തത് കൊണ്ട് കേന്ദ്രം അതിന്റെ പൈസ സഹകരണ ബാങ്കിന് കൊടുക്കില്ല. സപ്ലൈകോയ്ക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കാരണം സപ്ലൈകോയ്ക്ക് ഒരുപാട് കുടിശ്ശികയുണ്ട്. ഇതൊരു കുടിശ്ശിക അറേഞ്ച്മെന്റ് സിസ്റ്റം ആണല്ലോ. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഇല്ലാതെയാക്കി എബ്രഹാം എല്ലാത്തിന്റെ ഉത്തരം തന്റെ കൈവശം ഉണ്ട് എന്ന് ധരിപ്പിച്ച് മുന്നോട്ട് പോയി. അത് വലിയ പരാജയത്തിലെത്തി. ഞാൻ പറയും ഈ പരാജയത്തിന്റെ 50% എബ്രഹാം ഏറ്റെടുക്കേണ്ടതാണ്. കാരണം സർക്കാരിന്റെ ധനകാര്യ പരിപാടി കഴിഞ്ഞ 3 ബഡ്ജറ്റുകളിലും കൂടി ഞാൻ പറയുന്നു, കിഫ്ബി ചെയ്തെന്ന് പറയുന്നത് 38,000 കോടി. അതൊക്കെ നല്ല കാര്യം, അതിലൊന്നും പ്രശ്നമില്ല. നാട്ടിൽ പാലവും റോഡും വരുന്നതിനൊന്നും ആരും എതിരല്ല. പക്ഷെ അതിന് പണം ലഭ്യമാക്കേണ്ടത് ഇങ്ങനെയാണോ? ഇതിൽ മെച്ചപ്പെടുത്താൻ പറ്റുമോ? കിഫ്ബിയുടെ നടത്തിപ്പ് ചെലവ് കുറയ്ക്കാൻ പറ്റുമോ? ഞാൻ 2-3 എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്തൊരു അനീതിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ സർക്കാരിലെ ഓരോ ജീവനക്കാരും ആലോചിക്കണം. അവർക്ക് 2021 കൊടുത്ത ശമ്പള പരിഷ്കരണത്തിന്റെ DA 189 മാസം കുടിശ്ശിക കേട്ട ശേഷം പോകുന്ന സമയത്താണ് പരിഹരിച്ചത്. ഇതേ അവസരത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഡെപ്യൂട്ടേഷനിൽ കിഫ്ബിയിൽ ചെന്നിരിക്കുന്ന ആൾക്ക് DA മാത്രമല്ല, അതിന് മീതെ 20% ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പരസ്യമായിട്ട് പറയുന്നത് സത്യത്തിൽ ലജ്ജാകരമാണ്. അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന 20 പേരും KM എബ്രഹാം നേരിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഒറ്റ ഫയലിൽ സ്വന്തമായിട്ട് കൊണ്ടുപോയി നിയമന ഉത്തരവ് ഇറക്കുകയാണ്. അവരെ വിടുതൽ ചെയ്യുകയല്ലാതെ സർക്കാർ വകുപ്പിന്റെ മേധാവികൾക്ക് യാതൊരു, അതായത് ഒന്നാമത് കടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അവരെടുക്കുന്ന കടത്തിന്റെ തിരിച്ചടവ് ബാധ്യത ഏൽക്കുന്ന സർക്കാർ. ആ തിരിച്ചടവ് നടത്തുന്നത് കൊണ്ട് ജീവനക്കാരന് DA കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ വിലക്കയറ്റത്തിൽ അവൻ വിഷമിച്ച് പിന്നെ അവന് DA ഇല്ലാതെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. അതേസമയം അദ്ദേഹം വ്യക്തിഗതമായിട്ട് മെറിറ്റും കണ്ടുകൊണ്ട് ഡെപ്യൂട്ടേഷൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ജീവനക്കാരന് DAയും കിട്ടുന്നു 20% കൂടുതൽ ഇതേ കടമെടുത്ത പണം കൊണ്ട്. ഇതിനൊക്കെ എന്ത് ലോജിക്കാണ് കൊടുക്കാൻ പറ്റുക? ഇനി ആ പോയിരിക്കുന്ന 20 പേര് ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഐ എം വെരി സോറി ടു സേ, എബ്രഹാം അവരെ എടുത്തിരിക്കുന്നത് മറ്റു പല പരിഗണനകളിലുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തക്കാര്, ബന്ധുക്കള്, അടുപ്പക്കാര്, എന്റെ തന്നെ ആരാധനാലയത്തിൽ വരുന്നവര്, ഇവരെ മാത്രം ഞാൻ എടുത്തൊരു പബ്ലിക് സ്ഥാപനത്തിൽ കൊണ്ടുവച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റിക്വസ്റ്റ്, അദ്ദേഹം ആത്മപരിശോധന നടത്തണം. അദ്ദേഹം ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടും ചീഫ് സെക്രട്ടറി ആയിട്ടും ഇരുന്ന മനുഷ്യനാണ്. IAS 10-40 കൊല്ലത്തിനടുത്ത്, 40 ഇല്ലെങ്കിൽ 30 കൊല്ലത്തിൽ പരം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരാണ്. ഭരണഘടന സ്ഥാനമാണ് IAS എന്ന് പറയുന്നത്. അവിടെ പ്രവർത്തിച്ചിട്ട് പോയിട്ട് അവസാനം പിണറായി വിജയന്റെ വ്യക്തിഗത ബാല്യക്കാരനായിട്ട് അവസാനിക്കാനാണോ അദ്ദേഹത്തെയും ഇത്രയും വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ കേരള സംസ്ഥാനത്തോട് നീതി കാണിച്ചോ? ആത്മപരിശോധന നടത്തണം. അന്വേഷണവും കുറ്റപ്പെടുത്തലൊക്കെ രണ്ടാമത്തെ കാര്യം. ഞാൻ എൻ്റെ ഒരു നേച്ചറിൽ ആരെങ്കിലും സർക്കാരിൻ്റെ ഉള്ളിൽ അന്യായമായിട്ട് പീഡിപ്പിക്കണമെന്ന് അഭിപ്രായമുള്ള ആളല്ല. എനിക്ക് അങ്ങനെ പ്രതികാര വാശിയുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ആയപ്പോൾ അതിലൊരു കഥയില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ആത്മപരിശോധന നടത്തണം. സർക്കാർ പൊതുപ്പണം എടുത്തോണ്ട് പോയി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക. അത് പിണറായി വിജയന്റെ 3ാം സർക്കാർ വരുത്തുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിനെതിരെ ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക. IAS അടക്കം പോലീസ് അടക്കമുള്ളവരെ വെപ്പണൈസ് ചെയ്യുക. 100% വാർ റൂം തുറന്നു. പിണറായി വിജയന്റെ വാർ റൂം ആരംഭിച്ചിട്ട്, അതായത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരുന്നുകൊണ്ട് വാർ റൂം തുറന്ന് 3.0 നടപ്പിൽ വരുത്താൻ വേണ്ടി 24/7 പ്രവർത്തിക്കുക. അതിനുവേണ്ടി CM കോൾ സെന്റർ എന്ന് പറഞ്ഞ് 10-100 ഉദ്യോഗസ്ഥരുടെ ഒരു വാനര സേനയെ അവിടെ കൊണ്ടു നിർത്തുക. ജനങ്ങളുടെ മുഴുവൻ ഡേറ്റ പിടിച്ചെടുത്തിട്ട് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരെ വോട്ടെടുപ്പിന് സമീപിക്കണമെന്ന് നിശ്ചയിക്കുക. അവർക്ക് 2-3 ലക്ഷം കോൾ വിളിച്ച് ഗവൺമെന്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് വരുത്തുക. ഇതൊക്കെ ഒരു ഉദ്യോഗസ്ഥന്റെ ചുമതലപ്പെടുന്നതാണോ? അപ്പൊ ഇത് നമ്മൾ ഇതിനെ എതിർക്കുന്ന ചെറിയ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ നേരെയുള്ള യുദ്ധം തുടങ്ങിയതിനാ ഞാൻ കുറിപ്പ് കൊടുത്തു. ഈ ബജറ്റ് വെട്ടിച്ചുരുക്കി കൃഷിയുടെ പണം എടുത്തോണ്ട് പോയി, കൃഷിയുടെ ബജറ്റ് വെട്ടിച്ചുരുക്കിയിട്ട് അവതരിപ്പിച്ച് നിയമസഭ പാസ്സാക്കിയ ബഡ്ജറ്റ് മുഖ്യമന്ത്രി ഒരു ദിവസം സഭയിലേക്ക് വന്ന് റൂൾ 300 ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ഇനി മുതൽ പെൻഷനേ കൊടുക്കുകയുള്ളൂ, കൃഷിക്കാരുടെ പൈസ എടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. ഇത് നിയമവിധേയമല്ലാന്ന് കുറിപ്പ് കൊടുത്ത് ദിവസം എന്റെ നേരെ തുടങ്ങിയതായി യുദ്ധം. എന്നെ APC പുറത്താക്കണം. കാരണം എന്റെ വോയിസ്, ഞാൻ എത്ര ദുർബലനാണെങ്കിലും IAS സർക്കിൾസിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
ആളുകൾ ശ്രദ്ധിക്കും. ഞാൻ പഠിക്കാതെ ഒരു കാര്യം പറയില്ല. അതുകൊണ്ട് സെക്രട്ടറീസിന്റെ കമ്മിറ്റികൾ ഫോം ചെയ്യുമ്പോഴും ഞാൻ രേഖപ്പെടുത്തുന്ന അഭിപ്രായം അല്ലെങ്കിൽ ഡിസന്റ് മറ്റ് സെക്രട്ടറിമാർ ശ്രദ്ധിക്കും. അവർ ചോദിക്കും ഇയാൾ പറയുന്നതിന്റെ ആൻസർ എന്താണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എബ്രഹാം എല്ലാം കൂടി ഇത്രയും ചെയ്തത്. ഈ എബ്രഹാമിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ശുപാർശ പുതിയ സർക്കാരിന്, ഇപ്പോൾ UDF സർക്കാർ വരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശ കൊടുക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതൊന്നും എന്റെ ബിസിനസ് അല്ല. അതൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ നടപടികളും കിഫ്ബിയെ റീസ്ട്രക്ചർ ചെയ്യാതെ പുതിയ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കാരണം ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന്റെ സാങ്കത്യം കഴിഞ്ഞു. അത് 16-ാം ധനകാര്യ കമ്മീഷൻ അനുവദിക്കേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എടുത്ത 17,000 കോടിയുടെ വായ്പ ഇപ്പൊ ശരിക്കും സർക്കാരിന്റെ തലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കിഫ്ബി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതേസമയം കിഫ്ബി ഏറ്റെടുത്ത ഉപകാരപ്രദമായ പദ്ധതികളുണ്ട്. അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മുടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പൈസ ചെലവിട്ട പദ്ധതികൾ 100 കോടി ചെലവിട്ടതിന് ശേഷം അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് ക്രമീകരണം ആവശ്യമുണ്ട്. അത് ഇപ്പൊ വരുന്ന ഗവൺമെന്റ് അതിന് കോമ്പറ്റൻസി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, പബ്ലിക് ഫൈനാൻസ് മനസ്സിലാവുന്ന ജനപ്രതിനിധികളല്ലേ. ഇത്രയും 102 MLA-മാരുണ്ടല്ലോ. അപ്പൊ അവർക്ക് സിറ്റിംഗ് MLA-മാരോടൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് നല്ല ധാരണ അതിനെ കുറിച്ച് ഉണ്ടാവും. അപ്പൊ അവരാലോചിച്ച് തീരുമാനിച്ചാൽ മതി. വി വിൽ ഡു ദാറ്റ്. ഞാൻ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ ആ സ്ഥാപനത്തെ അക്കൗണ്ടബിൾ ആക്കണം. എബ്രഹാമിന്റെ നടപടികൾ പരിശോധിക്കപ്പെടണം. 1-2 കേസുകളിൽ എബ്രഹാം തനിക്ക് വിരോധം വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ വ്യാജരേഖ പോലും മറ്റുള്ളവരെ കൊണ്ട് ചമപ്പിച്ച്, എബ്രഹാം ഒറ്റയ്ക്കല്ല, അതിനകത്ത് വേറെ ഓഫീസർമാരും ഉണ്ട്, ചമപ്പിച്ച് അവരെ ദ്രോഹിക്കാനായിട്ട്. ഈ പിണറായി യോഗേഷ് ഗുപ്തയുടെ കേസ് എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അദ്ദേഹം CAT-യിൽ വന്ന് ഫയൽ ചെയ്ത അതല്ല, പബ്ലിക് റെക്കോർഡാണല്ലോ. യോഗേഷ് ഗുപ്ത CAT-യിൽ പറഞ്ഞ ഹർജിയിൽ വന്ന ഓർഡർ എടുത്ത് വായിച്ചാൽ തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ വിജിലൻസ് രേഖ മാനിപ്പുലേറ്റ് ചെയ്ത് ഇല്ലാത്ത അന്വേഷണം ഉണ്ടെന്ന് രേഖപ്പെടുത്തി 3 IAS ഓഫീസർമാർ ചേർന്ന് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ DGP ആക്കാതിരിക്കാനായിട്ട് ഇപ്പൊ എന്നോട് ചെയ്ത മാതിരി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനും പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പരസ്യമായിട്ടൊന്നും പറയില്ല, മിണ്ടാപ്രാണിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. ഞാനിപ്പോ അത് നെയിം ചെയ്യുന്നില്ല. കാരണം സാങ്കേതികമായിട്ട് അവര് ഞങ്ങളുടെ IAS അസോസിയേഷനിലെ അംഗങ്ങളും കൂടിയാണ്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ അവരെ ഞാൻ പബ്ലിക്കായിട്ട് നെയിം ചെയ്യുന്നത് ശരിയല്ല. അതൊക്കെ ഫയൽ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, പിണറായിയുടെ ജനറൽസ്, സിവിൽ സർവീസിലെ ജനറൽസ് ആണ് പിണറായിയെ നയിച്ചത്, പാർട്ടിയല്ല. നമ്മൾ വെറുതെ നിങ്ങൾ പലരും വെറുതെ ഗോവിന്ദൻ മാസ്റ്ററേയും കൂടെയുള്ള പാർട്ടിക്കാരെ നിങ്ങൾ കുതിര കയറുന്നതിൽ ഒരർത്ഥമില്ല. പിണറായി ഇക്കാര്യങ്ങൾ മുഴുവൻ നയിച്ചത് അൺഫോർച്ചുനേറ്റ്ലി ഈ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് PR കൺസൾട്ടന്റുകളും അവരുടെ ഒരു ഫോക്കസ് ആണ്. അതിന്റെ ഫലമാണ് ജനങ്ങളിൽ നിന്ന് അകന്നു പോയത്. അതിന്റെ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റ് ഫോമാണ് കിഫ്ബി. ഞാൻ പറയുന്നു നൗ ദാറ്റ്, ഇപ്പൊ നേരത്തെ ഞാൻ കുറച്ചുകൂടെ അഗ്രസീവായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ എനിക്കുള്ള വലിയ ആശ്വാസം, ഈ ഫാഷിസ്റ്റ് പ്രവണതയെ കേരളം അംഗീകരിക്കുന്നില്ല. കേരളം മാത്രമല്ല, ധർമ്മടത്ത് പോലും അംഗീകാരമില്ല. അങ്ങനെ ജനവിധി വന്ന സ്ഥിതിക്ക് നമ്മൾ അത് മാനിച്ചിട്ട് തിരുത്തലുകൾ വരുത്തുക, കറക്റ്റ് ദീസ് തിങ്സ്. അതിനുള്ള ധൈര്യവും അത് തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വരുന്ന ഗവൺമെന്റിന്റെ അപ്പീലും പെട്ടെന്ന് പോകും. ഇത് തന്നെയാ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം വെരി കോൺഫിഡന്റ് ദാറ്റ് ഗവൺമെന്റ് വിൽ മേക്ക് കറക്റ്റീവ് സ്റ്റെപ്സ്. അതിൽ ഇപ്പൊ എബ്രഹാം കുറ്റക്കാരനല്ലെങ്കിൽ എബ്രഹാമിനെ ഉപദ്രവിക്കണമെന്ന് പറയുന്ന ആളല്ല ഞാൻ, അത് ശരിയല്ല. അത് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ നടപടികൾ പരിശോധിക്കണം. അദ്ദേഹത്തിന് പലതിലും ഈ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപെടലുകളിൽ സംശയം ഉണ്ട്. അല്ലെങ്കിൽ ക്രമക്കേടുകളും അതുപോലെ തന്നെ ഈ വ്യാജരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നേരിട്ട് ഇൻവോൾവഡ് ആയിരിക്കുന്നത് തന്നെയല്ല താങ്കൾ പറയുന്നത്. അദ്ദേഹം സ്വകാര്യ നേട്ടം ഉണ്ടാക്കിയോ, പാർട്ടിക്ക് നേട്ടം അല്ലെങ്കിൽ വ്യക്തികൾക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്തോ, അഴിമതി കാട്ടിയോ എന്നുള്ളത് മാത്രമേ പരിശോധിക്കാനുള്ളൂ. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കേരളത്തിന്റെ താല്പര്യത്തിലല്ല. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രീ പിണറായി വിജയന്റെ, ഐ എം സോറി ടു സേ, വെരി ഫാഷിസ്റ്റ് റീജീമിന്, ഞാൻ പറയും, അദ്ദേഹം പിണറായി വിജയൻ ഹിറ്റ്ലറെ പോലെ ഭരിച്ചെങ്കിൽ അദ്ദേഹം ഗ്യാസ് ചേംബറിലിട്ട് പിണറായി വിജയനെ എതിർക്കുന്ന എല്ലാവരെയും ചുട്ടുകരിക്കുന്ന ഹിംലറായിരുന്നു. പിണറായി വിജയന്റെ ഹിംലറാണ്, അതായത് ഫസ്റ്റ് ജനറൽ. എല്ലാ ഭീകര കുൽസിത പ്രവർത്തനങ്ങളും നടത്തുന്ന പിണറായി വിജയന്റെ ഹിംലറായിരുന്നു KM എബ്രഹാം. 2018 വരെ സിവിൽ സർവീസിലെ നല്ല ഉദ്യോഗസ്ഥനായെന്ന് പേരെടുത്ത എബ്രഹാം 8 വർഷം കൊണ്ട് അവിടെ എങ്ങനെ എത്തിയെന്നുള്ളത് അദ്ദേഹം ആത്മപരിശോധന നടത്തണം. എന്തായാലും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. KM എബ്രഹാം അദ്ദേഹം കിഫ്ബിയുടെ CEO സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഫണ്ട് ക്രമക്കേട്, അതുപോലെ തന്നെ വ്യാജരേഖ ചമക്കലുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ പിണറായിയെ മൂന്നാമതും അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന കുൽസിത നീക്കങ്ങൾ എന്ന് തന്നെ B. അശോക് പറയുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ അന്വേഷണം വേണം. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ KM എബ്രഹാമിനെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് B. അശോക് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അരുണിനൊപ്പം S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.